വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള വിവിധ സബ് കമ്മിറ്റി കൺവീനർമാർ ഇടപെടലുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന സുൽഫിക്കർ സലാം ഉൾപ്പെടെയുള്ള ഇതിന്റെ സ്വിച്ച് ഓൺ ഡെമോ കൊല്ലത്തിന്റെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വലിയ ആവേശം ഇങ്ങനെ തുടങ്ങുകയാണ്. ഒരു ഇതേകാട്ടുള്ള ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു കലാമാമാങ്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറെ കൊല്ലം ഒരു മത്സരാർത്ഥിയായിരുന്നത് കൊണ്ട് എനിക്ക് പറയാൻ അത് ലൈറ്റും സൗണ്ടുമാണ്. നമ്മൾ ഒരു ചെറിയ മൂളല് പോലും ഓഡിയൻസ് കേട്ടില്ലെങ്കിൽ, ജഡ്ജസ് കേട്ടില്ലെങ്കിൽ അർത്ഥം തന്നെ മാറിപ്പോകും. ഒരു ചെറിയ എക്സ്പ്രഷൻ പോലും ആൾക്കാർ കണ്ടില്ലെങ്കിൽ മത്സരാർത്ഥി പൂജ്യമായി പോകും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് ലൈറ്റ്, സൗണ്ട്. അത് ഏറ്റവും കൃത്യതയോടുകൂടി ഏറ്റവും ഗംഭീരമായിട്ട് ഒരു ചെറിയ ഫ്ലോ പോലും വരാത്ത തരത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇവിടെ. അത് പൂർണ്ണമായും വിജയമാകും എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അദ്ദേഹത്തിനെ ഉദ്ഘാടനം ചെയ്യാനായി ക്ഷണിച്ചു. നാളെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്ന കലോത്സവത്തിന് കൃത്യം 10 മണിക്ക് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരികൊളുത്തുകയാണ്. മത്സരത്തിൽ പങ്കെടുക്കുവാനുള്ള ആദ്യ ബാച്ച് ഇന്ന് വൈകുന്നേരം 6:30 എത്തിച്ചേരുകയാണ്. തേന്മാർന്ന് കാസർഗോഡ്. സ്വർണ്ണക്കപ്പ് 1 മണിക്ക് കൊട്ടാരക്കര എത്തിച്ചേരും. 5:30 മണിയോടുകൂടി കൊല്ലം നഗരത്തിൽ പ്രവേശിക്കും. 24 കമ്മിറ്റികൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ കമ്മിറ്റികളും വളരെ സജീവമാണ്. നേരത്തെ ശ്രീ മുകേഷ് പറഞ്ഞതുപോലെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മത്സരാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ പ്രത്യേകിച്ച് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. 24 കേന്ദ്രങ്ങളിലും പല സ്ഥലങ്ങളിലും ചില കുറവുകൾ പറഞ്ഞപ്പോ യാതൊരു മടിയും കൂടാതെ, യാതൊരു അസ്വസ്ഥതയും പ്രകടിപ്പിക്കാതെ എല്ലാം ചെയ്യാമെന്ന് സംബന്ധിച്ച ആ കമ്മിറ്റിയിലെ കൺവീനറെ ചെയർമാനും പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുവാൻ അവസരം അനുഭവിക്കുകയാണ്. അതുകൊണ്ട് നാളെ മുതൽ 8-ാം തീയതി നമുക്ക് ഈ പരിപാടി തീരുന്നവരെ കണ്ണിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് ഒരു കുറവും ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ കാര്യത്തിൽ ഉണ്ടാവാതെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ പ്രവൃത്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരിച്ചുകൊണ്ട് അവർ മന്ത്രി എന്ന നിലയിൽ എന്നെ അറിയിക്കുകയും അത് നിങ്ങളുടെയൊക്കെ തന്നെ സാന്നിധ്യത്തിൽ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അതിന്റെ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ഉത്തരവാദിത്വം ഇനി കൈകാര്യം ചെയ്യേണ്ടത് പ്രോഗ്രാം കമ്മിറ്റിയാണ്. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ശ്രീ നൗഷാദിനെ ഏൽപ്പിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട് ഇന്നലെ വരെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിച്ച് ഇത് നന്നായി നടത്തുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. അത് പ്രോഗ്രാം കമ്മിറ്റിയെ കൈമാറുകയാണ്. അത് കായലോളങ്ങൾ കാറ്റുമായി ചേർന്ന് കാമിരാഗങ്ങൾ കലയുടെ കങ്കളമേളമുതിർക്കും നീക്കുന്നു നിങ്ങൾക്ക് സുസ്വാഗതം ദേശിങ്കരാ